കൊച്ചിയിൽ നിന്ന് രേഷ്മ ബാബു കൂടി ചേരുകയാണ്. രേഷ്മ, 3 ജില്ലകളിലുള്ള തീരദേശങ്ങളിലാണ് ഇപ്പോൾ ജാഗ്രതാ നിർദ്ദേശം. ഒന്ന് കൊച്ചിയുണ്ട്, മറ്റൊന്ന് തൃശ്ശൂരാണ്, ഒന്ന് ആലപ്പുഴ. ഈ 3 ജില്ലകളിലും എവിടെ വേണമെങ്കിലും കടൽ പതിച്ച കണ്ടെയ്നറുകൾ അത് തീരത്തടിയാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള മുന്നറിയിപ്പ് വരുന്നു. ശേഖർ കുര്യാക്കോസ്, അദ്ദേഹം ദുരന്ത നിവാരണ അതോറിറ്റി ചെയർമാൻ, അദ്ദേഹം നൽകിയ അറിയിപ്പ് പ്രകാരം ഇത്തരത്തിലുള്ള 8ഓളം കാർഗോകൾ കടൽ പതിച്ചു എന്നുള്ള വിവരങ്ങൾ ലഭിക്കുന്നുണ്ട്. എന്തായാലും രക്ഷാദൗത്യം അത് പൂർണ്ണമായി വിജയിക്കുന്നു എന്ന് തന്നെയല്ലേ ഈ ഘട്ടത്തിൽ പറയാൻ കഴിയുക? രേഷ്മ ബാബു. രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്നത് കോസ്റ്റ് ഗാർഡും അതോടൊപ്പം തന്നെ നാവികസേനയും തന്നെയാണ്. 38 കൊച്ചി തീരത്തു നിന്ന് 38 നോട്ടിക്കൽ മൈൽ അകലെയാണ് ഈ MSC എൽസ 3 MSC സീരീസിലെ എൽസ 3 മിനി വെസലിന് അപകടം സംഭവിച്ചിരിക്കുന്നത്. ഏകദേശം ഉച്ച കഴിഞ്ഞിട്ടായിരുന്നു ഈ അപകടം എന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. എന്തായാലും നിലവിൽ 21 പേരെ രക്ഷപ്പെടുത്താനായിട്ട് സാധിച്ചിട്ടുണ്ട്. മൊത്തം 24 പേരായിരുന്നു ഉണ്ടായിരുന്നത്. ആദ്യഘട്ടത്തിൽ 9 പേരെ രക്ഷപ്പെടുത്താൻ സാധിച്ചിരുന്നു. എന്തായാലും നിലവിൽ 3 പേരെ രക്ഷപ്പെടുത്താനായിട്ടുള്ള ശ്രമം നേവിയുടെ ഭാഗത്തു നിന്നും അതോടൊപ്പം തന്നെ കോസ്റ്റ് ഗാർഡിന്റെ ഭാഗത്തു നിന്നും തുടരുകയാണ്. കൊച്ചിയിൽ നിന്നും രേഷ്മ ബാബു ആണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. കപ്പൽ അപകടത്തിൽപ്പെട്ട MSC എൽസ 3 എന്ന് പറയുന്ന പടുകൂറ്റൻ ചരക്ക് കപ്പലാണ് അറബിക്കടലിൽ അപകടത്തിൽപ്പെട്ടത്. ഉച്ചയ്ക്ക് ശേഷമായിരുന്നു ഈ കപ്പൽ ഇത്തരത്തിൽ അപകടത്തിൽപ്പെടുകയും അതിലുണ്ടായിരുന്ന രാസവസ്തുക്കളടങ്ങിയ കണ്ടെയ്നറുകൾ കടൽ പതിക്കുന്ന സാഹചര്യം ഉണ്ടായത്. അപകടകരമായ നിലയിലുള്ള കണ്ടെയ്നറുകൾ അത് തീരത്തെ കടിയാനുള്ള സാഹചര്യം വളരെ കൂടുതലാണ് എന്ന മുന്നറിയിപ്പ് ലഭിച്ചിട്ടുണ്ട്. രേഷ്മ ബാബു, തുടരാം. നിലവിൽ കപ്പലിൽ ഉണ്ടായിരുന്നവരുടെ എണ്ണം സംബന്ധിച്ച് അവർ ഏത് രാജ്യത്തിൽ ഉള്ളവരാണ് എന്നത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ കൂടി ഔദ്യോഗികമായിട്ട് പുറത്തു വരുന്നുണ്ട്. ഫിലിപ്പീൻ സ്വദേശികളായിട്ടുള്ള 20 പേരും ഉക്രൈൻ സ്വദേശികളായിട്ടുള്ള 2 പേരും ജോർജിയയിൽ നിന്നുള്ള ഒരാളുമാണ് ആ കപ്പലിൽ ഉണ്ടായിരുന്നത്. ഒരു റഷ്യക്കാരന് ഉണ്ടായിരുന്നു. എന്തായാലും 21 പേരെ രക്ഷപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട്. 3 പേർക്ക് അവരെ രക്ഷപ്പെടുത്താനായിട്ടുള്ള ശ്രമങ്ങൾ നാവികസേനയുടെ ഭാഗത്തു നിന്നും അതോടൊപ്പം തന്നെ കോസ്റ്റ് ഗാർഡിന്റെ ഭാഗത്തു നിന്നും പുരോഗമിക്കുകയാണ്. രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്നത് നാവികസേനയുടെ 1 കപ്പലും അതോടൊപ്പം തന്നെ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെ 2 കപ്പലുകളുമാണ്. അതോടൊപ്പം ആദ്യഘട്ടത്തിൽ 9 പേരെ രക്ഷപ്പെടുത്താൻ സാധിച്ചിരുന്നു. പിന്നീടാണ് ബാക്കിയുള്ളവരെ കൂടി, അതായത് 21 പേരെ മൊത്തം രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. 3 പേരെ രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുകയാണ്. കോസ്റ്റ് ഗാർഡിന്റെ തന്നെ ചെറു വിമാനങ്ങൾ ഈ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്നവയിൽ പങ്കാളികളായിട്ടുണ്ട്. എന്തായാലും ഈ ഒരു MSC എൽസ 3 എന്ന് പറയുന്ന ചരക്ക് കപ്പലാണ് അപകടത്തിൽപ്പെട്ടത്. കൊച്ചി തീരത്ത് നിന്നും 38 നോട്ടിക്കൽ മൈൽ അകലെയാണ് അപകടം സംഭവിച്ചിരിക്കുന്നത്. ഏകദേശം ഉച്ചയോടുകൂടി ഇന്നലെ വിഴിഞ്ഞത്ത് നിന്നും പുറപ്പെട്ട കപ്പലാണ്. കഴിഞ്ഞ ആഴ്ചകളായിട്ട് വിഴിഞ്ഞത്ത് നിന്നും കൊച്ചി തീരത്തേക്കൊക്കെ വരുന്ന കപ്പലാണ്. ഇതിലുള്ളത് വെരി ലോ സൾഫർ ഓയിലാണ്. അത് എന്ന് പറയുന്നത് VLSO എന്ന് പറയുന്നത് ജ്വലന സാധ്യതയുള്ള ഒരു ഓയിലാണ്. അതുകൊണ്ട് തന്നെ കടുത്ത ജാഗ്രത തീരദേശത്തുള്ളവർക്ക് വേണമെന്നുള്ളതാണ് ദുരന്ത നിവാരണ അതോറിറ്റിയും അതോടൊപ്പം തന്നെ കോസ്റ്റ് ഗാർഡ് അടക്കമുള്ളവരും മുന്നറിയിപ്പായിട്ട് നൽകിയിരിക്കുന്നത്. നേരത്തെ വിനോദ് സൂചിപ്പിച്ചതുപോലെ തന്നെ തൃശ്ശൂർ, ആലപ്പുഴ, അതോടൊപ്പം തന്നെ എറണാകുളം, അതായത് മധ്യ കേരളത്തിലെ തീരപ്രദേശവും അതോടൊപ്പം വടക്കൻ കേരളത്തിലെ തീരപ്രദേശവും ഇവിടങ്ങളിലാണ് ഈ 8 കണ്ടെയ്നറുകൾ അടിയാൻ സാധ്യത എന്നാണ് പറയുന്നത്. ഈ കണ്ടെയ്നറുകളിലുള്ള ഓയിൽ കടലിൽ കലർന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും എണ്ണപ്പാട എന്നുള്ള രീതിയിലേക്ക് വെള്ളത്തിൽ പൊങ്ങിക്കിടക്കും. അത് കണ്ടു കഴിഞ്ഞാൽ ആരും തന്നെ തൊടാൻ പാടില്ല. ഈ കണ്ടെയ്നറുകളുടെ വസ്തുക്കളോ അല്ലെങ്കിൽ അതിന്റെ ഭാഗങ്ങളോ ഏതെങ്കിലും ഘട്ടത്തിൽ തീരദേശത്ത് അല്ലെങ്കിൽ കടൽക്കരയിൽ അടിഞ്ഞു കഴിഞ്ഞാൽ അത് സംബന്ധിച്ചുള്ള വിവരം 112-ൽ വിളിച്ച് ജനങ്ങൾ അറിയിക്കണം. ഇക്കാര്യത്തിൽ കടുത്ത ജാഗ്രത പുലർത്തണം എന്നുള്ളതാണ് നിലവിൽ ജില്ലാ ഭരണകൂടത്തിനും നൽകിയിട്ടുള്ള വിവരം. ഇത് സംബന്ധിച്ച് തീരദേശവാസികൾക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ നിർദ്ദേശങ്ങളും അതാത് ലോക്കൽ ആയിട്ടുള്ള ക്രമസമാധാനം പാലിക്കുന്ന ആളുകൾ അതോടൊപ്പം തന്നെ മറ്റ് സേനാ വിഭാഗങ്ങൾ വ്യക്തമാണ്. രേഷ്മ ബാബു, അതായത് രക്ഷാദൗത്യം അതിന്റെ സമ്പൂർണ്ണമായ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു. തീരദേശ സംരക്ഷണ സേനയുടെ 2 കപ്പലും വ്യോമസേനയുടെ 1 കപ്പലും അതേപോലെ തന്നെ ചെറു വിമാനങ്ങളും ഉപയോഗിച്ചുകൊണ്ടാണ് രക്ഷാദൗത്യം പൂർണ്ണമായി നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. 24 പേരിൽ 21 പേരെയും രക്ഷിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. 3 പേർ മാത്രമാണ് ഇനി ആ കപ്പലിൽ അവശേഷിക്കുന്നത്, അപകടത്തിൽപ്പെട്ട കപ്പലിൽ അവശേഷിക്കുന്നത് എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു. യുദ്ധകാലാടിസ്ഥാനത്തിൽ നമ്മുടെ തീരസംരക്ഷണ സേനയും വ്യോമസേനയും അതേപോലെ തന്നെ നാവികസേനയും ഒക്കെ ചേർന്നുകൊണ്ടുള്ള ഒരു ഓപ്പറേഷൻ അത് വിജയത്തിൻ്റെ ഘട്ടത്തിലേക്ക് എത്തുന്നു എന്നുള്ള വിവരങ്ങൾ തന്നെയാണ്.